ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 36 അധ്യായത്തിലെ 31 വചനഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1: ഞങ്ങളെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ എന്ന് ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട്. 2: എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട് ഞങ്ങളെ എങ്ങനെ കടാക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്? കാരുണ്യപൂർവം. 3: ആര് അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട് അപേക്ഷിക്കുന്നത്? എല്ലാ ജനതകളും. 4: ആർക്കെതിരെ കരമുയർത്തണമെന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? അന്യജനതകൾക്കെതിരെ. 5: അന്യജനതകൾ എന്താണ് ദർശിക്കേണ്ടത്? കർത്താവിൻ്റെ ശക്തി. 7: അവരുടെ മുമ്പിൽ, അതായത് അന്യജനതകളുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങയെ മഹത്വപ്പെടുത്താൻ ഇടയാക്കേണ്ടത് ആരെയാണ്? അന്യജനതകളെ. 8: ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ ആരാണ് അങ്ങയെ അറിയേണ്ടതെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അന്യജനതകൾ. 9: അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കേണ്ടത് ആരാണ്? അന്യജനതകൾ. 10: കർത്താവിൻ്റെ കരബലം പ്രകടമാക്കേണ്ടത് എങ്ങനെയാണ്? അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച്. 11: അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ആരുടെ കരബലമാണ് പ്രകടമാക്കേണ്ടത്? കർത്താവിൻ്റെ. 12: ശത്രുവിനെ നിശേഷം നശിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച്. 13: കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് നിശേഷം നശിപ്പിക്കേണ്ടത് ആരെയാണ്? ശത്രുവിനെ. 14: പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. ഡാഷ് അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. വാഗ്ദാനം അനുസ്മരിച്ച്. 15: ജനം പ്രകീർത്തിക്കേണ്ടത് എന്താണ്? കർത്താവിൻ്റെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ. 16: അവശേഷിക്കുന്നവൻ എന്തിൽ ദഹിക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കർത്താവിൻ്റെ കോപാഗ്നിയിൽ. 17: 36 അധ്യായം 5 വാക്യത്തിന് സമാനമായിട്ടുള്ള വചനഭാഗം ഏതാണ്? 2 വചനഭാഗങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് രാജാക്കന്മാർ 8:43. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായം 25 വാക്യം. 18: കർത്താവിൻ്റെ ജനത്തെ ദ്രോഹിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കേണ്ടത്? അവർ നാശമടയണം. 19: ഞങ്ങൾക്ക് തുല്യം ആരുമില്ലെന്ന് ജൽപ്പിക്കുന്നത് ആരാണ്? ശത്രു രാജാക്കന്മാർ. 20: ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തകർക്കണം എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്താണ്? തല. 21: 36 അധ്യായം 13 വാക്യമനുസരിച്ച് ഒരുമിച്ച് കൂട്ടേണ്ടത് ആരുടെ ഗോത്രത്തെയാണ്? യാക്കോബിൻ്റെ. 23: അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകണമേ. ആർക്ക്? യാക്കോബിൻ്റെ ഗോത്രത്തിന്. 24: കർത്താവിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനമേത്? ഇസ്രായേൽ ജനം. 25: കർത്താവിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിനെ എങ്ങനെയാണ് പരിഗണിച്ചിരിക്കുന്നത്? ആദ്യജാതനെ പോലെ. 26: ആദ്യജാതനെ പോലെ കരുതിയ ഇസ്രായേലിൻ്റെ മേലും വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോടും
എന്തുണ്ടാകണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. കരുണ തോന്നണമേ എന്ന്. 27 കർത്താവിൻ്റെ വിശ്രമ സങ്കേതമായ ജെറൂസലമിനോട് എന്താണ് തോന്നേണ്ടത്? കരുണ. 28 എന്തിനാലാണ് സിയോനെ നിറയ്ക്കേണ്ടത്? അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷം കൊണ്ട്. അങ്ങയുടെ എന്ന് പറയുന്നത് ആരുടെയാണ്? കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളുടെ ഘോഷം കൊണ്ട്. 29 എന്തിനാലാണ് കർത്താവിൻ്റെ ആലയത്തെ നിറയ്ക്കേണ്ടത്? കർത്താവിൻ്റെ മഹത്വം കൊണ്ട്. 30 സാക്ഷ്യം നൽകേണ്ടത് എന്തിനാണ്? അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക്. 31 കർത്താവിൻ്റെ ആദ്യ സൃഷ്ടികൾക്ക് നൽകേണ്ടത് എന്ത്? സാക്ഷ്യം. 32 കർത്താവിൻ്റെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട എന്താണ് പൂർത്തിയാക്കേണ്ടത്? പ്രവചനങ്ങൾ. 33 അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കേണ്ടത് ആരുടെ നാമത്തിലാണ്? കർത്താവിൻ്റെ നാമത്തിൽ. 34 പ്രതിഫലം നൽകേണ്ടത് ആർക്ക്? കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക്. 35 വിശ്വാസ്യത തെളിയേണ്ടത് ആരുടെയാണ്? കർത്താവിൻ്റെ പ്രവാചകന്മാരുടെ. 36 കർത്താവിൻ്റെ ജനത്തിന് അനുഗ്രഹം നൽകിയത് ആരാണ്? അഹറോൻ. 37 കർത്താവേ, അങ്ങയുടെ ജനത്തിന് അഹറോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കേണ്ടത്? അങ്ങയുടെ ദാസരുടെ. 38 അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അറിയേണ്ടത് ആരാണ്? ഭൂമിയിലുള്ള സകല ജനങ്ങളും. 39 ഭൂമിയിലുള്ള സകല ജനതകളും അറിയേണ്ടത് എന്താണ്? അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന്. 40 ഏത് ഭക്ഷണവും സ്വീകരിക്കുന്ന ശരീരത്തിൻ്റെ ഭാഗം ഏതാണ്? ഉദരം. 41 നാവ് രുചിച്ചുകൊണ്ട് തിരിച്ചറിയുന്നത് എന്ത്? ഇറച്ചി. 42 നാവ് രുചിച്ചുകൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി തിരിച്ചറിയുന്നത് എന്ത്? വ്യാജവാക്ക്. 43 കുടിലബുദ്ധി വിതയ്ക്കുന്നതെന്ത്? ദുഃഖം. 43 കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുമ്പോൾ അതിന് പകരം വീട്ടുന്നത് ആര്? അനുഭവസമ്പന്നൻ. 44 സ്ത്രീ ഏത് പുരുഷനെയും അനുരൂപനായി സ്വീകരിക്കും, എന്നാൽ പുരുഷൻ എല്ലാ സ്ത്രീകളെയും എന്തായി പരിഗണിക്കുന്നില്ല? അനുരൂപകളായി. 44 പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് എന്താണ്? സ്ത്രീയുടെ സൗന്ദര്യം. 45 പുരുഷന് മറ്റെല്ലാ ആഗ്രഹങ്ങളെക്കാളും ഉപരിയാണ് എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീയുടെ സൗന്ദര്യം. 46 ഒരു ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാകുന്നത് എപ്പോഴാണ്? ഭാര്യയുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാകുമ്പോൾ. 47 പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? അവൻ്റെ ഭാര്യ. 48 പുരുഷന് താങ്ങും തണലുമാകുന്നത് ആര്? അവൻ്റെ ഭാര്യ. 49 വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടുന്നത് പോലെ ഭാര്യയില്ലാത്തവൻ എങ്ങനെ നടക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കുന്നു. 50 രണ്ട് തരത്തിലുള്ള ആളുകളെ ആര് വിശ്വസിക്കും എന്ന് പ്രഭാഷകൻ ചോദിക്കുന്നുണ്ട്. അവർ ആരെല്ലാം? 1 നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരൻ. 2 വീടില്ലാതെ അലഞ്ഞു നടക്കുകയും
എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെ. ഇവരെ രണ്ടുപേരെയുമാണ് ആര് വിശ്വസിക്കും എന്ന് പ്രഭാഷകൻ ചോദിക്കുന്നത്. അപ്പോൾ 36-ാം അധ്യായത്തിൽ 2 തലക്കെട്ടുകളാണ് നമ്മൾ കണ്ടത്. ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക. ഈ 2 തലക്കെട്ടോടു കൂടിയ വചനഭാഗങ്ങളിൽ 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ലോഗോസ് ക്വിസിനു വേണ്ടി ഒരുങ്ങുക. അതുപോലെ ആഴ്ചതോറും നടത്തുന്ന മോക്ക് ടെസ്റ്റിനു വേണ്ടിയും നന്നായി ഒരുങ്ങുക. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.